നമസ്കാരം പ്രിയപ്പെട്ടവരെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് ധാരാളം ജനങ്ങൾക്കുള്ള ഒരു വലിയ ആശങ്ക ഉണ്ട്. എന്താണെന്നറിയോ? ഈ EVM മെഷീൻ വന്നതിന് ശേഷം ഈ വോട്ട് എണ്ണുന്നത് എങ്ങനെയാണെന്ന് അറിയുവാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പൊതുപ്രവർത്തകർക്കും അത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതറിയുകയുള്ളൂ. എന്നാൽ സാധാരണപ്പെട്ട ഒരുപാട് ആളുകൾക്കും ഈ EVM മെഷീൻ വഴി എങ്ങനെയാണ് വോട്ട് എണ്ണുന്നത് എന്ന് അവർക്കറിയത്തില്ല. അതിനുവേണ്ടിയുള്ള പല സംസാരങ്ങളും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണുന്ന രീതി നമുക്കൊന്ന് പരിശോധിക്കാം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മൊത്തം 7 അസംബ്ലി മണ്ഡലങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം, അരൂര്, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, ഇങ്ങനെ 7 അസംബ്ലി മണ്ഡലങ്ങളാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളുള്ളത്. ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിലെയും ഓരോ ബൂത്ത് ബേസ് ചെയ്തുള്ള EVM മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിലാണ്. അത് ബൂത്ത് ബേസ് ചെയ്തിട്ടാണ് മെഷീനുകൾ ഉള്ളത്. ആ മെഷീനുകളിലും ബൂത്തിൻ്റെയും എണ്ണം നമുക്ക് നോക്കാം. അപ്പോൾ അരൂരിൽ 183 ബൂത്താണുള്ളത്. ചേർത്തലയിൽ 202 ബൂത്തുകളുണ്ട്. ആലപ്പുഴയിൽ 210 ബൂത്തുകളുണ്ട്. അമ്പലപ്പുഴയിൽ 189, ഹരിപ്പാട് 182, കായംകുളം 185, കരുനാഗപ്പള്ളിയിൽ 182. അങ്ങനെ 1333 ബൂത്തുകളാണുള്ളത്. 1333 മെഷീനുകളുണ്ട്. ഈ മെഷീനുകളാണ് എണ്ണുന്നത്. ഓരോ അസംബ്ലി മണ്ഡലങ്ങളെയും പ്രത്യേകം വേർതിരിച്ചാണ് വോട്ടെണ്ണുന്നത്. അതായത് ഇപ്പോൾ കരുനാഗപ്പള്ളിയെ ഒരു ഭാഗത്തിരുത്തും, കായംകുളത്തെ ഒരു ഭാഗത്തിരുത്തും, ഹരിപ്പാടിനെ മറ്റൊരു ഭാഗത്തും, ഇങ്ങനെ 7 അസംബ്ലി മണ്ഡലങ്ങളെയും പ്രത്യേകം മാറ്റിയിരുത്തിക്കൊണ്ടാണ് വോട്ടെണ്ണുന്നത്. ആദ്യം വോട്ടെണ്ണുന്നത് പോസ്റ്റൽ വോട്ടാണ്. അതായത് 38 ടേബിളുകളിലായിട്ടാണ് പോസ്റ്റൽ വോട്ട് എണ്ണുന്നത്. ഈ 38 ടേബിളിലും ഓരോ സ്ഥാനാർത്ഥിയുടെയും ഓരോ പ്രതിനിധി ഉണ്ടായിരിക്കും. അതിനുശേഷം എണ്ണുന്നത് ETPBS എന്ന സിസ്റ്റമാണ്. നമുക്കറിയാം, ഈ കേന്ദ്ര സർവീസിലിരിക്കുന്ന പട്ടാളം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവർ പോസ്റ്റൽ വഴി അയക്കുന്ന വോട്ട് സിസ്റ്റം, അതിന് നമ്മൾ പറയുന്ന ഈ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിഷൻ പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം എന്നാണ്. ഈ സിസ്റ്റം പ്രകാരം വന്ന ബാലറ്റുകളെ QR കോഡ് വഴി പരിശോധിക്കും. ആ QR കോഡ് വഴി കൃത്യമായ ബാലറ്റ് പേപ്പറാണ് വന്നത് എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ആ വോട്ട് എണ്ണാറുള്ളൂ. അങ്ങനെയാണ് ആ സെക്ഷൻ പൂർത്തീകരിക്കുന്നത്. അതിന് ഏതാണ്ട് 22ഓളം ആളുകൾ, 22 ടേബിളുണ്ട്. 22 ടേബിളിലും ഓരോ സ്ഥാനാർത്ഥികളുടെ ഓരോ പ്രതിനിധികളും ഉണ്ടായിരിക്കും. ഇനിയാണ് നമ്മൾ EVM മെഷീനിൻ്റെ വോട്ടിംഗ് സിസ്റ്റത്തിലേക്ക് കടക്കുന്നത്. EVM മെഷീനിൻ്റെ വോട്ടിംഗ് സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ 14 ടേബിളാണ് ഇടുന്നത്. ഈ 14 ടേബിളിൻ്റെ അടുത്തും ഓരോ സ്ഥാനാർത്ഥികളുടെ ഓരോ കൗണ്ടിങ് ഏജന്റുമാരുണ്ടായിരിക്കും. അങ്ങനെ 14 ടേബിളിന് 14 കൗണ്ടിങ് ഏജന്റുമാർ. അതുകൂടാതെ ഈ 14 ടേബിളിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു AR ഉണ്ടായിരിക്കും, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ. അദ്ദേഹമാണ് ഈ ടേബിളുകളിൽ നിന്നും വരുന്ന എല്ലാ മെഷീനുകളുടെയും കണക്ക് ടാബുലേഷൻ ചെയ്യുന്നത്. ആ ടാബുലേഷൻ ഇദ്ദേഹം ചെയ്യുന്നത് കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അവിടെയും ഒരു കൗണ്ടിങ് ഏജന്റ് സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ 15 ഏജന്റുമാരാണ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രമുള്ളത്. പിന്നീട് ഉള്ള പ്രധാനമായിട്ട് കൗണ്ടിങ് തുടങ്ങുമ്പോൾ ഓരോ ടേബിളിലും ഓരോ ബൂത്തിലെ ഓരോ മെഷീനുകളും ഓപ്പൺ ചെയ്യും. ആ മെഷീനുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കൗണ്ടിങ് ഏജന്റുമാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ആ ഓപ്പൺ ചെയ്യുന്ന ടൈം കൃത്യമായിട്ട് ഈ മെഷീനകത്ത് എഴുതി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കും. അതോടൊപ്പം തന്നെ 2024 ജൂൺ 4 എന്ന് കൃത്യമായി വോട്ടെണ്ണുന്ന ആ ഡേറ്റും അതിനകത്ത് കാണിക്കണം. കാരണം ഇത് പോളി ചെയ്ത അന്ന് അടച്ച മെഷീനാണ്. ആ മെഷീൻ പിന്നീട് എപ്പോഴാണോ ഓപ്പൺ ചെയ്യുന്ന ആ ഡേറ്റ് കൃത്യമായിട്ട് അതിനകത്ത് കാണിച്ചെങ്കിൽ മാത്രമേ അത് ശരിയായിട്ടുള്ള ഒരു മെഷീനാണ് എന്ന് വിലയിരുത്താൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ മെഷീൻ നേരത്തെ ഇതിന് ഇടയ്ക്ക് എപ്പോഴോ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൗണ്ടിങ് ഏജന്റുമാർ അത് കൃത്യമായിട്ട് വിലയിരുത്തി നോക്കുക തന്നെ ചെയ്യും. ഇതുകൂടാതെ പിന്നുള്ളതാണ് VVPAT എന്ന് പറയുന്നത്. VVPAT സംവിധാനം നമുക്കറിയാം, വോട്ട് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് എന്നാണ്. ഇതിനകത്ത് നമ്മുടെ പോളിംഗ് അവസാനിച്ച സമയത്ത് പോളിംഗ് ഓഫീസർ C17 എന്ന ഫോമിനകത്ത് നമുക്ക് ഒരു എഴുതി തന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ബൂത്തിൽ
ഇത്ര വോട്ടർമാരുണ്ടായിരുന്നു, ഇത്ര പേർ വോട്ട് ചെയ്തു എന്ന് പോളിംഗ് ഓഫീസർ എഴുതി തന്ന പേപ്പർ ഈ കൗണ്ടിംഗ് ഏജന്റുമാരുടെ കയ്യിൽ കാണും. അവർ ഇതുമായിട്ട് പരിശോധിക്കുമ്പോൾ അത് കൃത്യമാണെങ്കിൽ മാത്രമേ ആ ബോക്സ് ഓപ്പൺ ചെയ്യുവാനും എണ്ണുവാനും അനുവദിക്കുകയുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയാണ് ഈ വോട്ടെണ്ണുന്നത്. ഒരു ടേബിളിന്, അതായത് ഒരു അസംബ്ലി മണ്ഡലത്തിലെ 14 ബൂത്തുകളുടെയാണ് ആദ്യം എണ്ണുന്നത്. ഏകദേശം ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു കൗണ്ടിംഗ് ഏജന്റിന് മുമ്പിൽ 13 റൗണ്ട് വരും. 13 റൗണ്ട് വരുമ്പം ഒരാളിൻ്റെ മുമ്പിൽ തന്നെ, ഈ 14 പേരോളം വരുന്ന ഒരാളിൻ്റെ മുമ്പിൽ തന്നെ ഏതാണ്ട് 13 ബൂത്തുകൾ അയാൾ എണ്ണേണ്ടി വരും. അങ്ങനെ ഈ എണ്ണിക്കൊണ്ടുവരുന്ന മെഷീനുകളുടെ സ്ഥിതിവിവര കണക്കുകൾ AROയ്ക്ക് കൊടുക്കുകയും ARO ഇത് ROയ്ക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ 7 അസംബ്ലി മണ്ഡലങ്ങളുടെയും കൂടെ എഴുതി കൂട്ടിയാണ് ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മെഷീനുകളിലാണ് വോട്ട് ചെയ്യുന്നത് എങ്കിൽ തന്നെയും മുഴുവൻ മെഷീനുകളിലും എത്ര വോട്ട് കിട്ടി എന്ന് കൃത്യമായിട്ട് വിലയിരുത്തി അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുവാനുള്ള സംവിധാനം ഇപ്പോഴുമില്ല. ഓരോ ബൂത്തുകളിൽ എത്ര വോട്ട് കിട്ടി, ഓരോ ബൂത്തുകളിലും സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി എന്ന് പറയുവാൻ മാത്രമേ മെഷീന് കഴിയുള്ളൂ. ബാക്കി മുഴുവനും ഈ ഉദ്യോഗസ്ഥരും കൗണ്ടിംഗ് ഏജന്റുമാരും കൂടെ ചേർന്ന് എഴുതി കൂട്ടിയാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നൽകിയ ഒരു വിവരണമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. ദയവായി ഇതുമായിട്ട് സഹകരിക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ അമർത്തിയും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്ന ഒരു നല്ല ഗവൺമെൻറ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.